ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. എനിക്ക് ശരിക്കും വയ്യായിരുന്നു ഗൈസ്. പിന്നെ മടിയൊക്കെ ആയതുകൊണ്ട് മടിച്ച്. അപ്പം ഞാൻ എന്ന് വിചാരിച്ചു, ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോവാം. ആ സമയത്ത് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറേ ക്വസ്റ്റ്യൻസാണ് ശരിക്കും എനിക്ക് വരാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ക്ഷീണമായിട്ട് കിടക്കും. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടത്തില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ച് ഇതിൽ ആൻസർ ചെയ്യാമെന്ന്. പിന്നെ കുറേ പേർക്കും ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തതാണ്. വീണ്ടും ഇങ്ങനെ ചോദിക്കുക, ഇവിടെ വന്ന് പഠിക്കുന്നതാണോ നല്ലത്, നാട്ടിൽ നിന്ന് B1 B2 എഴുതിയിട്ട് വരുന്നതാണോ എന്ന്. അപ്പം നിങ്ങൾ ഔപ്പേർ വിസയിൽ കയറി വരാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ A1 എക്സാം എഴുതി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് വരുന്നതാണ് നല്ലത്. അതിന് ശേഷം ഇവിടെ വന്ന് പഠിച്ച് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു B1 ലെവലൊക്കെ പഠിച്ചിട്ട് A1 എഴുതി ഔപ്പേർ വിസയിൽ വരാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ 6 മാസം കൊണ്ടൊക്കെ നമുക്ക് B2 എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതിയെടുക്കാൻ പറ്റും. അപ്പം എൻ്റെ ഒരു ഇതിൽ ഔപ്പേർ വിസയിൽ വരാൻ നിൽക്കുന്നവർ ഇവിടെ വന്ന് B1 B2 ഒക്കെ പഠിച്ച് എഴുതുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഹൗസ് ബിൽഡിങ്ങിന് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കണം, പിന്നെ ഒരു ഷൂളെ കണ്ടുപിടിക്കണം. അപ്പോൾ അതൊന്നും വലിയ പാടില്ല. നമുക്കിവിടെ വന്നിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് അനർക്കിനും ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനേ ഉള്ളൂ. ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് നല്ല രീതിയിൽ ലാംഗ്വേജ് സംസാരിക്കാൻ അറിഞ്ഞാൽ മതി. നല്ല രീതിയിലല്ല, ഒരു 50% എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം സംസാരിക്കാൻ. പിന്നെ വരുന്ന